ഇന്ന് ഒത്തിരി മക്കളെ പീഡിപ്പിക്കുന്നൊരു പിശാചാണ് വ്യഭിചാര ദുർഭൂതം. ഹോസിയ 5:4 പറയുന്ന ദുർഭൂതം. അത് 6-ാം പ്രമാണ ലംഘനം. അത് വളരെ ഗൗരവമുള്ള കാര്യം. ഒരിക്കൽ ഞാൻ ഈ നാളുകൾ പലയിടത്തും പറഞ്ഞൊരു സംഭവമാണ്. ഒരു കുടുംബത്തിലെ ഒരു അമ്മ അവരുടെ മകനെയും കൊണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് അക്കരെ കൊണ്ട്. ഇവൻ പള്ളിയിൽ കയറിയില്ല, ഭയങ്കര പ്രശ്നം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച, ഭയങ്കര അമ്മയോടും അപ്പനോടും എല്ലാം ചീത്ത വിളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവൻ അവിടെ വന്നപ്പോൾ ഇവനിങ്ങനെ കയറില്ല. അമ്മ അവൻ്റെ അടുത്തുനിന്ന് അച്ഛാ മോൻ പുറത്ത് നിൽപ്പുണ്ടോ, അച്ഛനൊന്ന് വിളിച്ചാലേ വരുള്ളൂ വാകട്ട് കയറി. ഇറങ്ങിപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ട് പരിഹസിച്ചുകൊണ്ട് നിൽക്കുക, എന്നെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുക. ആ സ്പിരിറ്റ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ കയറി വരാൻ അവനെ മുറിക്കകത്തോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കൊണ്ടുവന്നു. അവൻ തലയിലോട്ട് കൈവെക്കുമ്പോൾ കുഴഞ്ഞ് അവൻ താഴോട്ട് പോകും. എന്നിട്ടിങ്ങനെ ഹെവി ബ്രീത്തിങ്, ഭയങ്കര ശ്വാസം ഇങ്ങോട്ടേക്കും. അപ്പോൾ ഞാൻ വിളക്കെ തെളിച്ചു. അപ്പോൾ ഇവൻ്റെ മുഖം അങ്ങ് പ്രകാശിച്ചത്. ഞാൻ പറഞ്ഞു മോനെ, അവന് എന്തൊരു സംഭവിച്ചോ, എന്തോ എൻ്റെ ദേഹത്തുനിന്ന് എന്തൊരു സംഭവം പോയച്ചോ. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി വെച്ചു. നീ അശുദ്ധ പാപത്തിനും അതുപോലെ മ്ലേച്ഛകരമായ ചിത്രത്തിനും അടിമയല്ലേ, ഉവച്ച മേലെ ചെയ്തേക്കരുത്. 10ാം ക്ലാസ് എഴുതാൻ പോകുന്ന കൊച്ചാണ്, ദൈവം നിന്നോട് കരുണയാണ്, ഉവച്ച. ഞാൻ ആദ്യം കണ്ട കുട്ടിയല്ല, പ്രാർത്ഥന കഴിയുമ്പോൾ കൊച്ച് പ്രസ്ലോഷ് പുതിയൊരാളായിട്ട് അവൻ മാറി. പ്രസ്ലോഷ് അപ്പോൾ അതിനുശേഷം അവന് സ്തുതിയും ചൊല്ലിവൻ പോകുന്നു. പിന്നെ കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് ഞാൻ ഇവനെ ഒരിടത്ത് വെച്ച് ഇവൻ്റെ അപ്പനും അമ്മയും ഇവനെ കണ്ടു. ഒന്ന് കണ്ടത് വേറെ ദിവസമാണ്. എന്നെ കണ്ടപാട് ഇവൻ ഓടി എൻ്റെ അടുത്ത്, അച്ഛാ യേശു ശാസ്ത്രീകരിക്കട്ടെ. അപ്പം അച്ഛനത് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച പിന്നെ ഉണ്ടല്ലോ, ഇവൻ നല്ല കുട്ടിയായിട്ട് മാറി. ഇവൻ ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, നല്ല മാർക്കോടെ ജയിച്ചു. ഇവൻ്റെ മുഴുവൻ ഈ വ്യഭിചാര ദുർഭൂതം എന്ന സംഭവം ഉണ്ട്. പച്ചയ്ക്കുള്ള സംഭവം, പച്ചയ്ക്കുണ്ട്. ഇതൊരു ഒത്തിരി ശരീരങ്ങളിൽ നിന്ന് ഈ സ്പിരിറ്റ് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇത് ഇറങ്ങിപ്പോയി കഴിയുമ്പോണ്ടല്ലോ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. പിന്നെ പ്രാർത്ഥിക്കാൻ നല്ല സന്തോഷം, മറ്റൊരു ബഹുമാനിക്കാൻ സന്തോഷം, മറ്റൊരു റെസ്പെക്റ്റ് സ്നേഹിക്കാൻ സന്തോഷം, അധ്വാനിക്കുന്ന യാതൊരു മടിയില്ല, നിരാശയില്ല, ഒരു വളർച്ചയാണ്. പിന്നെ തകരില്ല, തളർച്ച. ഈ സ്പിരിറ്റെന്ന് വെച്ചാൽ ഭയങ്കര ലോകം മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റാണ് വ്യഭിചാരത്വം. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിനകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. അത് രാത്രിയും പകലും അത് കുളിച്ചിറങ്ങുമ്പോൾ ഈ സ്പിരിറ്റ് കയറിയിട്ട് ഇവൻ്റെ തല തൊടുമ്പോൾ ഈ സ്പിരിറ്റ് ഇങ്ങനെ ഇളകി പറഞ്ഞു പോകും. ആ സ്പിരിറ്റ് ശരിക്കും വിട്ടുപോകണം. ഒരുങ്ങി പ്രാർത്ഥിച്ച് ഡെലിവറൻസ് പ്രെയർ തന്നെ വേണം. അത് പോയി കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ ആ നിമിഷം ക്യാൻസർ പോലും മാറിപ്പോയിട്ടുണ്ട്. ഇത് ബൈബിള് നിങ്ങൾ ഓർത്തണം, ഈ 10 കൽപ്പനകൾ എന്നത് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ദുഷ്ടാരൂപി കയറി വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിക്കും സഭയ്ക്കും ചുറ്റും വെച്ചിരിക്കുന്ന 10 നമ്മുടെ വേലിക്കല്ലുകളാണ്, മതിൽ പോലത്തെയാണ്. അപ്പം അത് ആ വേലിക്കുള്ളിൽ നിൽക്കുകയാണ്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക്. അപ്പം അത് വന്നാൽ സാത്താൻ കയറില്ല. കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്ന് പറയുന്ന കൽപ്പന, അത് ബൈബിളിനോടും സുവിശേഷത്തോടും തിരുസഭയോടും പരിശുദ്ധ കുർബാനയോടും ദിവ്യബലിയോടും ദേവാലയത്തോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും സഭയോടുമുള്ള നമ്മുടെ ആത്മീയ ബന്ധം, പരിശുദ്ധ അമ്മയോടൊക്കെയുള്ള ബന്ധം, അതൊരിക്കലും കളയരുത്, പരിഹസിക്കരുത്. അറിയാതെ പോലും ഇന്നേ വരെ ഞാൻ സുവിശേഷത്തിലെ ഒരു വചനം വെച്ച് ആരെയും കളിയാക്കിയിട്ടില്ല. സുവിശേഷ വചനം ഒരു കളിയാക്കലിന് വേണ്ടി, കഥ പറച്ചിലിന് ഉപയോഗിച്ചിട്ടില്ല. സുവിശേഷ വചനം അത് വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. അത് ദൈവിക കാര്യങ്ങൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. വിശുദ്ധിയോടെ ബലിപീഠത്തെ സമീപിക്കണം. വിശുദ്ധിയോടെ പരിശുദ്ധ ബലി കുർബാന സ്വീകരിക്കണം. ദിവ്യകാരുണ്യം ഉൾക്കൊള്ളണം. വിശുദ്ധിയോടെ ജപമാല ചൊല്ലും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. വിശുദ്ധമായവ അശുദ്ധിയോടെ ചെയ്യുന്നവൻ അശുദ്ധരായിത്തീരും. കയ്യടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരല്ലോ, 2 കരമേത്ത് ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞേ, വീണ്ടും പറഞ്ഞേ, വിശ്വ ആരാധന പറഞ്ഞേ. 3-ാം പ്രമാണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഞായറാഴ്ച ദിവസം
അതിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എന്ത് തിരക്കും ബിസിനസ്സും ഉണ്ടെങ്കിലും ബലിപീഠത്തിങ്കൽ വരാതെ പോകരുത്. ശരിക്കും ബൈബിള് പറയുന്നത് പോലെ സാബത്ത് ആചരിച്ചാൽ വലിയ പുണ്യമാണ്. അണക്കരയിൽ ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നതും 11 വർഷമായിട്ട് അവിടെ സൂക്ഷിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും സാബത്ത് ആചരണം. സാബത്ത് വിശുദ്ധ ദിനമാണ്. അപ്പം അത് ശനിയാഴ്ച വൈകുന്നേരം ചില പണിക്കാരൊക്കെ പറയുക വെച്ചാൽ ഞായറാഴ്ച രാവിലെ ഒരു 4 മണി വരെ പണിത്, രാത്രി പണിയാണ്, 4 മണി പൊക്കോളാം, ഞങ്ങളുടെ പണി തീരും. പിന്നെ വീണ്ടും വരണ്ടേ. ഞാൻ പറയും നിങ്ങൾ കൂലിയും മേടിച്ചുകൊണ്ട് വെക്കോ, രാത്രി 11, ശനിയാഴ്ച രാത്രി 11-11:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഞായറാഴ്ച ദിവസം അത് 24 മണിക്കൂർ അത് കർത്താവിൻ്റെ ദിവസമായിരിക്കണം. ഓക്കെ, ഏതെങ്കിലും പുണ്യപ്രവർത്തികളോ വേദനിക്കുന്നവരോ രോഗികളോ ഒക്കെ ശുശ്രൂഷിക്കാം, വേറൊന്നും വേണ്ട. അത് ദേവാലയം ശരിക്കും നമ്മുടെയൊക്കെ പ്രശ്നം തരും. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ദുഷ്ടാരൂപികൾ വിട്ടുപോകും. ഞായറാഴ്ച ദിവസം ദൈവബലിയിൽ പങ്കെടുക്കുക, കുട്ടികൾ നന്നായിട്ട് ദൈവവചന സഭയിലൂടെ മതബോധനത്തിലൂടെ പഠിക്കുക, അതിൽ നിന്ന് മുടങ്ങാതിരിക്കുക. ഞായറാഴ്ചയുള്ള കല്യാണങ്ങളും ഒരുപാട് കഴിവതും നമ്മൾ മറ്റ് ദിനങ്ങളിലാക്കുക. അല്ലാതെ ഈ ഞായറാഴ്ച ദിവസം കൊണ്ടൊന്ന് നമ്മൾ ആളുകളെ കൂട്ടാൻ വേണ്ടി, കൽപ്പന ലംഘിക്കാൻ, ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് വിരുദ്ധമായത് പ്രവർത്തിക്കരുത്. ദൈവകൽപ്പന ലംഘിച്ചല്ല നമ്മൾ ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ടത്. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്തിയാൽ അത് നമുക്ക് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. അത് ദൈവകൽപ്പനകളെ നമ്മൾ അതിനെ പ്രതിപ്പെടുത്തും. ദൈവത്തിന് ഒന്നാം സ്ഥാനം. അതാണല്ലോ ഒന്നാം സ്ഥാനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള ദൈവകൽപ്പനയിൽ നീ വെള്ളം ചേർക്കരുത്. ഇന്നത്തെ പ്രശ്നം എന്താ? 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തില് മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ പഠിച്ച് അവസാനം ഈശോയെക്കുറിച്ച് പഠിക്കാൻ പോയതാണ്, പഠിച്ച് അവസാനം ഉള്ള വിശ്വാസം കൂടെ പോയി. പറഞ്ഞ യേശുവെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിദ്യാസമ്പന്നരായി, പക്ഷേ പലരും മനുഷ്യത്വം ഇല്ലാത്തവരായിട്ട് മാറുന്നുണ്ട്. പലർക്കും അപ്പനേതാ അമ്മ ഏതാന്ന് അറിയില്ല. കൈപിടിച്ച് വളർത്തിയ അപ്പനെയും അമ്മയൊക്കെ 16-17 വയസ്സാവുമ്പോൾ മോളിട്ടേച്ചിട്ട് കാണുന്നവൻ്റെ വഴിപോക്കൻ്റെ കൂട്ടത്തിൽ പോയി ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ വരാൻ കാര്യം? വിശ്വാസം വീഴ്ച പോകും. എന്താ ഇങ്ങനെ സംഭവിക്കും? ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറയും, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാത്തത് കൊണ്ടായ സംഭവമാണിത്. അത് പരിശുദ്ധമായിട്ട്, അത് എങ്ങനെയെങ്കിലും ആചരിച്ചാൽ പോരാ, പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഉത്തരവാദിത്വം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതരായ നമുക്കൊരു സയൻറ്റിസ്റ്റ് മിനിസ്ട്രി ഉണ്ട്, സയൻറ്റിസ്റ്റുകളുടെ ബോംബെ ബേസ് ചെയ്ത ബോംബെ ആറ്റമിക് സെൻറ്റർ ബേസ്. അവിടുത്തെ എനിക്ക് 3-4 സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ എല്ലാ ഞായറാഴ്ചകളിലും 4 മണിക്കൂർ നേരം ഇവരൊരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കും. രാവിലെ ബലിപീഠത്തിൽ കുർബാനയിൽ പങ്കെടുക്കും, ഇടവയെ സഹായിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇവരൊരുമിച്ചിരുന്ന്, ഇവർ 4 സയൻറ്റിസ്റ്റുകളാണ്, ബുദ്ധിജീവികളാണ്, ആറ്റമിക് എനർജി മേഖല. പക്ഷെ അവർക്ക് പോലും അറിയാം ദൈവത്തിന് സാബത്ത് ആചരിച്ചാൽ അനുഗ്രഹമാകുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ആ ദിവസം കൂടെ എനിക്ക് കുറേ ഹോളിഡേ, അവധി ദിവസം എനിക്ക് കുറച്ച് കറങ്ങാൻ, ബീച്ചുകളിൽ പോകാൻ, അല്ലെങ്കിൽ കുറച്ച് കമ്പനി അടിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് കുടിക്കാൻ കുറേ വഴി. അതിനുള്ള ദിവസമല്ല, അത് വിശ്രമ ദിവസമാണ്, പ്രാർത്ഥനയുടെ ദിവസമാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും വഴക്കിടാനൊക്കെയുള്ള ദിവസമാണ്. കുടുംബം ഇന്നെല്ലാവരും പണം ഉണ്ടാക്കി, പക്ഷെ കുടുംബ ജീവിതം ഇല്ല. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് ആനന്ദിക്കുന്ന ദിവസങ്ങളില്ല. എല്ലാം കാശിനും പണത്തിനും വേണ്ടി നാട് നീളെ ഓടി അവസാനം എല്ലാം കൊണ്ടുവന്നു, പക്ഷെ കഴിക്കാൻ ആളില്ല, സ്വീകരിക്കും. കുടുംബമില്ല. വരുമ്പം അപ്പം പണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വരുമ്പം ഭാര്യ വല്ലവൻ്റെയും പുറകെ പോകും. പോയിട്ട് വരുമ്പോഴത്തേക്കും മകൾ വേറൊരുത്തിൻ്റെ പറയും. ഇതെല്ലാം വേണ്ട. പണത്തിനൊന്നാം സ്ഥാനം കൊടുക്കും. കുടുംബങ്ങൾ കുറച്ച് നോക്കിയോ ഒറ്റപ്പെടും. അവിടെ ഒറ്റക്കാരുടെ എണ്ണം കൂടും. തനിച്ചായി പോകും. നീ തനിച്ചായി പോകും. കുടുംബത്തിനൊന്നാം സ്ഥാനം, അവിടെ കുടുംബത്തിന് സ്ഥാനം കൊടുക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കണം.
കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഞായറാഴ്ച ദിവസം ബലിപീഠത്തോട്, അത് സഭയുടെ നിയമമാണ്. ആദിമസഭ മുഴുവൻ ആദ്യ ദിവസം ബൈബിൾ വായിക്കുമ്പം കാണാമേ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് വ്യക്തതയോടെ പറയുന്ന കുറേ കാര്യം. ഈശോയുടെ ഉത്ഥാനം സംഭവിക്കുന്നത് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 19 ഈ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം പറഞ്ഞു, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവ കൂടിയിരുത്തി. ആഴ്ചയുടെ 1-ാമത്തെ ദിവസം. പഴയ നിയമത്തിൽ യഹൂദര് ആഴ്ചയുടെ 7-ാം അവസാന ദിവസമാണെങ്കിൽ പുതിയ നിയമത്തിൽ ആഴ്ചയുടെ 1-ാം ദിവസമാണ് സാബത്ത്. അന്നാണ് മഗ്ദലന മറിയം ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും 19-ാമത്തെ വചനം വായിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കൊണ്ട് ഞായറാഴ്ച കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ്. കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച ദിവസമാണത്. നമ്മുടെ കർത്താവ് തന്നെയാണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസം വൈകിട്ട്. അപ്പം മഗ്ദലന മറിയം ഈശോയെ കണ്ടുമുട്ടുന്ന ആഴ്ചയുടെ ആദ്യ ദിവസം. രണ്ടാമത് വീണ്ടും അടുത്ത വചനം പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായി 19 ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമാധാനം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് തോമാസ് ശ്ലീഹ ആ കൂട്ടായ്മയിൽ ഇല്ലായിരുന്നു. പിന്നീട് തോമാസ് ശ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നപ്പോൾ, അപ്പോൾ തോമാസ് ശ്ലീഹ ഇടയ്ക്ക് വെച്ച് മറ്റേ അപ്പസ്തലൻ ഇതേ ഞാൻ നേരിട്ട് കാണണം, അവൻ്റെ തിരുവിലാവിൽ കൈവെക്കണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. എന്നാൽ ഈശോ എന്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത് അവൻ്റെ അടുത്തേക്കല്ല, അവൻ കർത്താവിൻ്റെ അടുത്തിലേക്കാണ് ചെല്ലേണ്ടത്. പ്രൈസ് സഭയിൽ കൂട്ടായ്മയിലേക്ക് വീണ്ടും പിറ്റേ ആഴ്ചയുടെ ആദ്യ ദിവസം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുന്നപ്പോൾ തോമസും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വീണ്ടും അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ആ കർത്താവിൻ്റെ ദിവസം ബൈബിൾ എപ്പോഴും കാണാം, ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിലാണ്, ആദ്യ ദിവസത്തില്ല, ഞായറാഴ്ച ദിവസം. അതുകൊണ്ടാണ് ഈ സഭ ഈ സാബത്ത് ആചരിക്കണം. അന്ന് കർത്താവ് വരും. ഞായറാഴ്ച കുർബാന മുടക്കിയാൽ അത് അത് മാരകപാപമായിട്ട് കാണുന്നു. കടവുള്ള ദിവസം എന്ന് പറയാൻ കാരണം അത് കർത്താവ് വരുന്ന ദിവസമാണ്. ശരിക്കും സഭയിൽ കർത്താവിന് സാന്നിധ്യം വെളിപ്പെടുന്ന ദിവസമാണ് ഓരോ ഞായറാഴ്ച ദിവസവും. പ്രൈസ്. അന്ന് നീയും നിൻ്റെ കുടുംബവും ബലിപീഠത്തിൻ്റെ അടുക്കൽ ഉണ്ടാകണം എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നീ അവിടെ ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ കർത്താവിനെ കാണണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. അപ്പസ്തോലനായാലും കൊള്ളാം, കർത്താവിൻ്റെ ദിവസത്തിൽ സഭയിൽ വരണം എന്നതാണ് തോമാസ് ശ്ലീഹായ്ക്ക് പോലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ താക്കീത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഒരിക്കലൊരു കുടുംബത്തിലെ പൈശാചിക പീഡ അടിക്കാൻ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അപ്പൻ ഇനി ഒരു ദിവസം ഞായറാഴ്ച കുർബാന മുടങ്ങിയേക്കരുത്. കർശനം. കല്യാണമുണ്ട്, അതുണ്ട്, ബിസിനസ്സുണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം, അത് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച ബലി ഇല്ലാതാക്കിക്ക്. ഞായറാഴ്ച കുർബാന മുടക്കിയാൽ പൈശാചിക പീഡ ആ കുടുംബത്തിലുണ്ടാകും. പൈശാചിക പീഡ ഉണ്ടാകും, തകർച്ച ഉണ്ടാകും, അപകടം ഉണ്ടാകും, അന്ധകാരം കയറി അഞ്ഞടിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൂടെയായിരുന്നു. വാതിൽ അടച്ച ആ സമയത്ത് ഈശോ വന്ന് അവരെ വീണ്ടും അനുഗ്രഹിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവകൽപ്പനകൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്നുള്ള കൽപ്പന ലംഘിക്കുന്ന കുടുംബങ്ങളുടെ മേൽ അന്ധകാര ശക്തികളുടെ പീഡകൾ ഉണ്ടാകാൻ സാധ്യതയേറെയുണ്ട്. ഒരാളെങ്കിലും ആ വീട്ടിലത് മാറി വെക്കുന്നുണ്ടെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയേറെയുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 4-ാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം. അത് ദൈവിക കൽപ്പനയാണത്, അത് ലംഘിക്കാൻ പാടില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ കുന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കളുടെ വില കുറയ്ക്കുന്നുണ്ട്. അപ്പന് രോഗമായി, അമ്മയ്ക്ക് രോഗമായി, നേരമില്ല അവരെ നോക്കാനേ.
പിന്നെ ആരെങ്കിലും പണിക്കാരെ നിർത്തിയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മക്കൾ മാതാപിതാക്കളെ നോക്കണം. അത് ദൈവിക കൽപ്പനയാണ്. അത് നിനക്കും നിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയുള്ള കാര്യമാണ്. സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് മരുന്ന് കൊടുക്കണം, അവരെ സ്നേഹിക്കണം, അവരനുസരിക്കണം. ചില കുഞ്ഞുങ്ങളുണ്ട്, ചില പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അപ്പനമ്മയ്ക്കും ബോധമില്ല, വിവരമില്ല. ആകെ ബോധമുള്ളൂ വിവരമുള്ളൂ ഞങ്ങൾക്ക് മാത്രം. ചില വിദ്യാഭ്യാസം അയച്ചു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു, അല്ലെ ഇച്ചിരി മെഡിസിൻ എല്ലാം പഠിപ്പിച്ചത് അപ്പനമ്മയാണ്. പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച്, ഇവിടെയൊക്കെ ആണെങ്കിൽ കടലിൽ പോയി ഒരുപാട് അധ്വാനിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. ആ കുഞ്ഞിനെക്കുറിച്ചൊക്കെ അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നമുണ്ട്. പക്ഷേ കുഞ്ഞു വളർന്നു കഴിഞ്ഞപ്പോൾ ആ കൊച്ച് മറന്നു. ആരെ മറന്നു? വളർത്തിയവരെ മറന്നു. പ്രശ്നോഷ് ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം അപ്പനെ അമ്മയും മറന്നു പോയി നടത്തുന്ന ഏതൊരു കല്യാണം നടത്തുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ആണോർത്തു അവളുടെ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ നാളെ നിന്നെ ഉപേക്ഷിക്കാനും അവന് വലിയ ബുദ്ധിമുട്ട് അവൾക്ക് കാണുകയല്ല. പ്രശ്നോഷ് അതുപോലെ തിരിച്ചും നിന്നെ ഉപേക്ഷിക്കാനും അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം സ്വന്തം അപ്പനും അമ്മയോട് നോ പറയാമെങ്കിൽ നാളെ നിന്നോടത് പറയാൻ സാധ്യതയേറെയുണ്ടോ. അതുകൊണ്ട് മാതാപിതാക്കളെ വഞ്ചിച്ചിറങ്ങി വരുന്ന മക്കളെ വിവാഹം കഴിക്കുന്നവന് ദുരന്തം. പ്രശ്നോഷ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചില നാട്ടിലെ പ്രമാണികളും ആൾക്കാരൊക്കെ ഉണ്ട്. അത് നീ ഓർത്തണം, നിനക്കും കുഞ്ഞുങ്ങളും മക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കരുത്. പ്രശ്നോഷ് ശ്രവണത്തെ പറഞ്ഞ 2 കാലം വീഴ്ത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയാ ഹല്ലേലൂയാ. എഫെസൂസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 1 മുതലുള്ള വചനം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മക്കളിൽ കോപമുളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിനും. കർത്താവിൻ്റെ ശിക്ഷണം, കർത്താവിൻ്റെ രീതിയിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചവരെ വളർത്തണം. മാതാപിതാക്കൾ നന്നായിട്ട് മക്കളെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും സഭയോടുള്ള സ്നേഹത്തിലും വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇത് ഒരുപാട് പഠിപ്പിച്ച് അവസാനം നല്ല പണി കിട്ടുന്ന മാതാപിതാക്കളുണ്ട്. പ്രശ്ലോഷ് എൻ്റെ കുഞ്ഞെന്നെ വഞ്ചിക്കില്ല ചോ, എൻ്റെ കുട്ടിയോ അവളോ അവനോ എന്നെയോ ഒരിക്കലില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളിടത്ത് തന്നെയല്ല അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പുണ്ട്, നിന്നെയല്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഈശോയോടും തിരുസഭയോടും ഒരു അഗാധമായ ബന്ധമുള്ളൊരു കുഞ്ഞാണെങ്കിൽ ഉറപ്പ് ആ കുഞ്ഞ് നിന്നെ ചതിക്കാൻ സാധ്യതയില്ല. പ്രസ്തലോഷ് കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൃപയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ അഭിഷേകത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് തിരുസഭയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് തിരുസഭ എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് പ്രത്യേകമായുധം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഈ ദേശത്തുള്ള എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് അപ്പസ്തോലിക കൃപയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഇത് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ രഹസ്യമായും പരസ്യമായും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആത്മാക്കളെയും ദുഷ്ടവിശ്വാസികളെയും, ആ പുരാതന സർപ്പത്തെ 33:1-3 ആത്മാക്കളെ, 34:4-7 വരെയുള്ള വചനത്തിൽ ആത്മാക്കളെ, വെറുപ്പിന് കായേൻ്റെ രൂപികളെ, ഹോസിയാഞ്ചേലൻ്റെ അശുദ്ധാത്മാക്കളെ ഈശോമിശിഹായുടെ നാമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 16, 17, 18, 19 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, 19:34 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:30 ബഹിഷ്കരിക്കുന്ന സ്ഥലത്തിലും യേശുനാമത്തിൽ ഇറങ്ങിപ്പോൻ ആജ്ഞാപിക്കുന്നു.
ഈ ദേശത്തുള്ള മക്കളുടെ ശരീരത്തിൽ രോഗങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലി തകർച്ചകൾ, വിവാഹ തകർച്ചകൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പൈശാചിക മേഖല, അങ്ങനെയുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, മാരക രോഗം, മാറാരോഗങ്ങൾ, പൈശാചിക പിടിയിൽക്കുള്ള രോഗങ്ങളാൽ വലയുന്ന മക്കൾ ആരെല്ലാം ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ഈ ശുശ്രൂഷയിലും ലോകത്ത് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് കൂടുന്നുണ്ടോ, ആരെല്ലാം ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ടോ, സംശയമില്ലാത്ത മക്കൾ ആരെല്ലാം ഉണ്ടോ, ആ മക്കളുടെ മേലും കുടുംബങ്ങളുള്ള ദുഷ്ടവിശ്വാസങ്ങളെ, രോഗപീഠകളെ, പാപപീഠകളെ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള മക്കൾ ആരെല്ലാം സഭയ്ക്ക് വിരുദ്ധരായ മക്കളുണ്ടോ, വിശ്വാസമില്ലാത്ത മക്കള്, സത്യസഭയോട് സത്യവിശ്വാസത്തിനും അകന്നു കഴിയുന്ന മക്കള്, പാപകരമായ ബന്ധങ്ങളിൽപ്പെട്ടിരിക്കുന്ന മക്കള്, വ്യഭിചാരത്തിന് സ്വവർഗരതികളും ദുർഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, മദ്യത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെയും ആ ജീവിതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, സത്യസഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഫ്രണ്ട്ഷിപ്പിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, അവൻ്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടജന്തുക്കളെ, പൈശാചിക ആത്മാക്കളെ മൊത്തത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിദേശത്തുള്ള മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബം തകർന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, ആരുമില്ലാത്ത മക്കൾ, മനസ്സ് തകർന്ന മക്കള്, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മക്കളുണ്ടോ, ആ മക്കളെ ദുരിതപ്പെടുത്തുന്ന, തകർക്കുന്ന ദുഷ്ടപിശാചുകളെ, അശുദ്ധാത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വേദന കൊടുത്ത്, ഒരേഴ് നിയോഗം കൊടുത്ത് ഈശോ ഏറ്റെടുക്കുന്നു. യുവാക്കള്, യുവതികള്, അപ്പനമ്മമാര്, മുതിർന്നവര്, വാർദ്ധക്യത്തിൽ പോകുന്നൊക്കെ പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരൻ സമർപ്പിച്ച് ഇത് കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന വലിയ സമയമാണ്, വലിയ കൃപയുടെ സമയമാണ്. വിഷയം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന മക്കള് കണ്ണു തുറന്ന് ഈശോയോട് നോക്കിയിട്ട് ചങ്ക് പൊട്ടി അങ്ങ് ഈശോയെന്ന് വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, യേശുവെന്ന് ചങ്ക് പൊട്ടി വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, പോരാ പോരാ യേശുവേ, അഭിഷേക പെരുമഴ, കൃപയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം.